നമസ്കാരം, ഞാൻ വാസുദേവൻ. നിലവിൽ KP എഞ്ചിനീയറിംഗ് മിക്സ് എന്ന സ്ഥാപനം അമ്മിനിക്കാട് നടത്തി വരുന്നു. എന്നെപ്പറ്റി കൂടുതൽ അയൺ ഫാബ്രിക്കേഷൻ രംഗത്ത് അറിയാവുന്നതാണെങ്കിൽ കൂടി എൻ്റെ ഒരു സ്റ്റീൽ ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം അമ്മിനിക്കാട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5-8 വർഷമായി. അപ്പം ഞാൻ ഇപ്പോൾ പുതിയൊരു നമ്മുടെ ബെൻഡിങ് രംഗത്ത് എല്ലാവിധ സ്റ്റീലായാലും അയണായാലും എല്ലാവിധ സാധനങ്ങളും ബെൻഡിങ്ങിൻ്റെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഫാബ്രിക്കേഷന് ആവശ്യമായ എല്ലാ റോ മെറ്റീരിയലും നമ്മുടെ സ്ഥാപനത്തിൽ ലഭിക്കുന്നതാണ്. പൈപ്പ്, റൗണ്ട് പൈപ്പ്, സ്ക്വയർ, റെക്റ്റാങ്കിള്, ഫ്ലാറ്റ് ആംഗിള്, ഷീറ്റ് എന്ന് മുതൽ സ്റ്റീലിൻ്റെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ അക്സസറീസുകൾ എല്ലാം തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 40 വർഷത്തോളം അയൺ ഫാബ്രിക്കേഷൻ രംഗത്ത് പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ്. ശരിക്കും ഒലവക്കോടാണ് ഞാൻ അതുമായിട്ട് ആദ്യം വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പുത്തനങ്ങാടി എന്ന സ്ഥലത്ത് ഞാനൊരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഇട്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ശരിക്കും ഇതിലേക്ക് നമ്മൾ വേണ്ട പോലെ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. നമ്മൾ സ്വന്തം സ്ഥാപനമാകുമ്പോഴാണല്ലോ അതിൻ്റെ കൂടുതൽ ചിന്ത വരുന്നത്. അപ്പം അന്നൊക്കെ ശരിക്കും നമ്മൾ ബെൻഡിങ്ങിന് നമ്മൾ ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ ഒലയിൽ വെച്ച് ചൂടാക്കിയിട്ടൊക്കെ ബെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ കൂടുതൽ പ്രൊഫഷണലായിട്ട് ചെയ്യണമെങ്കിൽ കോയമ്പത്തൂർ പോയി ചെയ്തു വരുന്നൊരു പ്രവണതയായിരുന്നു. പിന്നെ അത് മാറി കാലത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് വന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് ഓരോന്നും മനസ്സിലാക്കിയും കൊണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞങ്ങളൊരു സംഘടന ഉണ്ട്, KIFEUA എന്ന കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ എന്നൊരു സംഘടന. ആ സംഘടനയുടെ ഭാഗമായിട്ട് ഞാൻ കുറെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടും ഈ ഒരു മേഖലയിലേക്ക് എനിക്ക് വളരെയധികം ഗുണം ചെയ്തു. കൂടുതൽ നമ്മൾ ഇൻഡസ്ട്രിയൽ സ്റ്റീൽ ഫാബ്രിക്കേഷൻസ് ആണ് നമ്മളെ ഒരു കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ. കാരണം ഈ വർക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരാണ് ഒരു ബെൻഡിങ് അല്ലെങ്കിൽ ഒരു ഹാൻഡ് റെയിൽ, ശരിക്കും പറഞ്ഞ ഒരു വീടിന്റെ ഒരു ഹാൻഡ് റെയിൽ ചെയ്യാനൊരു ഫാബ്രിക്കേറ്ററെ സമീപിക്കുകയാണ് ഒരു വീട്ടുകാരൻ. അങ്ങനെ ആകുമ്പോൾ അവര് ഇന്ന രീതിയിലൊക്കെ അത് ചെയ്യാമെന്ന് പറഞ്ഞ് അതിന്റെ റോ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി നമ്മളെ ഷോപ്പിലേക്ക് വരും. മിക്കവാറും അതിന് എന്തെങ്കിലുമൊക്കെ ബെൻഡിങ് സംബന്ധമായ ആവശ്യങ്ങളുണ്ടാവും. ട്വിസ്റ്റ് ചെയ്ത് കയറുന്ന സ്റ്റെയർ ആണ് വരുന്നത്. അപ്പൊ അതിനൊക്കെ നമുക്ക് ബെൻഡിങ് ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൂഫിംഗ് സംബന്ധമായത് നമ്മളിപ്പോ ആർച്ച് റൂഫിംഗ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ആ തരത്തിലുള്ള ബെൻഡിങ് സെക്ഷനുകൾ നമുക്ക് അതിന്റെ ഡ്രോയിങ് തന്നു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ നമ്മൾ അതിന്റെ ഒരു ടെക്നോളജി നമുക്കറിയാം. നമുക്കിവിടെ 1/2 ഇഞ്ച് പൈപ്പ് മുതൽ 3 ഇഞ്ച് പൈപ്പ് വരെ നമുക്ക് ബെൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ട്യൂബ് ആണെങ്കിൽ 2x2 അല്ലെങ്കിൽ 3x1 ആ തരത്തിലുള്ള മെറ്റീരിയലൊക്കെ ബെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ എൽ ബെൻഡ് അടിക്കുന്ന ഒരു സെക്ഷൻ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് മുതൽ 1.5 ഇഞ്ച് SS, അതുപോലെ 1.25 ഇഞ്ച് GP അല്ലെങ്കിൽ GI പൈപ്പ് വരെ നമ്മൾ എൽ ബെൻഡ് അടിക്കാൻ ഉള്ളൊരു സെറ്റപ്പ് നമ്മളായിട്ടുണ്ട്. അപ്പൊ അത് ഈ ട്യൂബിൽ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ബെൻഡിങ്ങിന്റെ കാര്യങ്ങൾ. അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഓൾറെഡി SS-ന്റെ എല്ലാ മെറ്റീരിയലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. SS-ന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ എല്ലാ മെറ്റീരിയലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ ഇപ്പോൾ ഇരുമ്പിന്റെ ഒരു തുടർക്കഥയായിട്ട് രണ്ടാമതും ഇരുമ്പ് കയറി വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഇരുമ്പിന്റെ സെക്ഷനും കൂടി, അതായത് പൈപ്പുകളുടെ GP GI MS പൈപ്പിന്റെ ഒരു ഷോപ്പും കൂടി തുടങ്ങേണ്ട ഒരു താല്പര്യത്തിലാണ്, അതിന്റെ ഒരു പ്രവർത്തനത്തിലാണ്. കൂടാതെ വൈകാതെ തന്നെ അതിന്റെ ഒരു ഷോപ്പും കൂടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ എല്ലാ മെറ്റീരിയലും നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി SS-ന്റെ മെറ്റീരിയലാണ് നമ്മുടെ സ്റ്റോക്ക്. നമുക്ക് ഈ ബെൻഡിങ് അത്ര പെട്ടെന്ന് എല്ലാവർക്കും കയറി ചെയ്യാൻ പറ്റാവുന്ന ഒരു ജോലിയല്ല. വേറെ കാഴ്ചപ്പാട് വേണം, എന്നാലേ അത് ബെൻഡിങ് അത്ര കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് കയറി ഈ ഒരു വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റാണ്. മകൻ ഈ രംഗത്ത് തന്നെ അവൻ ഡിപ്ലോമ കഴിഞ്ഞ് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന കോഴ്സ് കഴിഞ്ഞ് 2 വർഷം ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞ് സ്വയം എൻ്റെ കൂടെ ഇവിടെ സെയിലിന്റെ കാര്യങ്ങളും ബെൻഡിങ്ങിന്റെ ആയാലും അവനാണ് മേൽനോട്ടം വഹിക്കുന്നത്. കൂടാതെ 2 പേരും കൂടെ നമ്മൾ
സഹായത്തിന് ഇവിടെ. ഫാമിലിയിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും മകനും മകന്റെ ഭാര്യയും ചെറിയ കുട്ടി 1 വയസ്സായ കുട്ടി മാത്രമേ ഉള്ളൂ. അവരുടെ ഫുൾ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഈ രംഗത്ത് ഇത്രയും ഈ നിലയിലെത്താൻ. ഈ ഒരു കാലയളവ് കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠത്തിന് നമ്മള് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് എന്നും ഏതെങ്കിലും സാഹചര്യത്തില് നമ്മളൊരു എന്താ പറയാ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ആ വർക്കിനോടുള്ള ഉത്തരവാദിത്വം അത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിൽ ഒരു കാര്യങ്ങളും എവിടെ എത്തില്ല. നമ്മൾ ചെയ്യുന്ന വർക്കിനോട് പൂർണ്ണമായ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ തന്നെ അത് നല്ല രീതിയിൽ എത്തുള്ളൂ. നമ്മൾ SS മെറ്റീരിയലിന്റെ സമയത്ത് നമ്മൾ JSLന്റെ മെറ്റീരിയലാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ജിന്താൾ റോ മെറ്റീരിയലിന്റെ അവര് പഞ്ചും വെച്ചിട്ടുള്ള ഇന്ത്യൻ മേക്ക് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മളിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കുറവാണ് എങ്കിലും ചിലപ്പോൾ ഇതിൽ കിട്ടാത്ത സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട് റോഡിൽ 5 കിലോമീറ്റർ അമ്മിനിക്കാട് കറക്റ്റ് പോയിന്റ് കുഞ്ഞാലിപ്പടി എന്ന സ്റ്റോപ്പിലാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബ്ലൈൻഡ് സ്കൂൾ ഉണ്ട്. കണ്ണു കാണാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന ദീപാലയം എന്നൊരു ബ്ലൈൻഡ് സ്കൂൾ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഷോപ്പ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ അടുത്ത് തന്നെയാണ്, അടുത്ത് വെച്ചാൽ ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ടാണ് EMS കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ റിസർച്ച് സെന്റർ വർക്ക് ചെയ്യുന്ന ആശുപത്രി ഇതിന്റെ അടുത്ത് തന്നെയാണ്.